ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചിന്തയിൽ കൂടിയാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായി കാണുന്നു. ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളോട് ചെയ്ത കർമ്മയുടെ ഫലമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇപ്പോൾ മാനസികമായും കുറ്റബോധം കൊണ്ട് അവർ കരയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരിക്കലും അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മാനസികമായി തകർത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പറഞ്ഞു കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും കടന്നു പോയത്. അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടായിരിക്കും കടന്നു പോയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അത്രത്തോളം നിങ്ങൾ ഒരിക്കലും അവരിലേക്ക് തിരിച്ച് വരരുത് എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നേരെ കേസ് പോലും ഫയൽ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കി അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങൾക്ക് ഓഫർ തരണമെന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ തരാൻ പോലും കഴിയാത്ത വണ്ണം അവർ സ്വയം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം തെറ്റുകുറ്റങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഓഫർ തരണമെന്നും നിങ്ങളെ വന്ന് കാണണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ വീണ്ടും വന്നിരിക്കുന്നു ഏസ് ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഓഫർ തരണം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതിന് പക്ഷേ കഴിയുന്നില്ല. വീണ്ടും സ്റ്റക്ക് സിറ്റുവേഷനാണ് വരുന്നത്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഈ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറിയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതിനും അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനും എന്തെങ്കിലും വഴിയുണ്ടാകുമോ എന്ന് അവർ മറ്റൊരു വേയിലൂടെ ആലോചിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 3 ഓഫ് സോഡ് പറയുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നുപോയ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കൽ പോലും സന്തോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തേക്ക് അവരൊരുപാട് സന്തോഷിച്ചിരുന്നു. എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയതോടുകൂടി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ചേർന്ന് നിന്ന് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചതായി കാണുന്നു. ഓക്കെ, മാനസികമായി നിങ്ങളെ തകർത്തതായി കാണുന്നു, നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സന്തോഷമോ ഒരു പ്രകാശമോ വന്നു ചേരാത്ത രീതിയിൽ നിങ്ങൾ തളർന്നിരുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഹൃദയം അത്രത്തോളം മുറിഞ്ഞതായി കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങളെ തളർത്തിയതിന് ശേഷം, നിങ്ങളെ മാനസികമായി തകർത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണോ കടന്നു പോയത്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ടാണോ കടന്നു പോയത്, അവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സാമ്പത്തിക ലോസ്റ്റുകൾ ഉണ്ടായി. മാനസികമായി ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി. 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നു. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടതായി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഉപദേശങ്ങളെല്ലാം മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് വീണ്ടും വന്നിരിക്കുന്നു 9 ഓഫ് സോഡ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു. ഞാൻ ചെയ്യാൻ പാടില്ലാതെ അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചു, എൻ്റെ കയ്യിലിരുന്ന ഏറ്റവും നല്ലൊരു മാണിക്യത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ വേദനിക്കുന്നു. നിങ്ങളെ ചതിക്കുകയായിരുന്നു. മനഃപൂർവ്വം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ മാനസിക സ്നേഹത്തെ, നിങ്ങളുടെ കണ്ണുനീരിനെ, നിങ്ങളുടെ വേദനകളെ എല്ലാം എടുത്തുകൊണ്ട് പോയതായി നിങ്ങളെ തകർത്ത് നിങ്ങളിൽ നിന്നും കടന്നു പോയ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൂടി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസനേറ്റ് ആകുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് ഈ ഒരു സമയത്ത്, ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 3 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാണ്ട്, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി. ഈ ഒരു സമയം നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് ഭാരങ്ങൾ ഉള്ളതായി കാണുന്നു. അത് ഒന്നിലധികം വിഷയങ്ങളായിരിക്കാം. ഒന്നുകിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചിന്തിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങളെ ചിന്തിച്ചിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ, അത് ഒരു വിഷയത്തിലല്ല, പല വിഷയങ്ങൾ, റിലേഷൻഷിപ്പ് മാത്രമല്ല, ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികമായ പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ഓർത്തിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് ബേർഡൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു. 3 ഓഫ് കപ്പ്. ഓക്കെ, 10 ഓഫ് കപ്പിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത, ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കും, അവരോട് ഒന്നുപോലും പറയാൻ പറ്റാതെ സ്വയം വേദനിക്കുന്നതായിട്ട്, ഭാരം സ്വന്തമായി ചുമക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു. ചില പൈസ ലോസ്റ്റുകൾ വന്നതായി കാണുന്നു. ഓക്കെ, 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. 3 ഓഫ് കപ്പിൻ്റെ എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ചില വ്യക്തികൾ ഗൂഢാലോചനയുടെ ഫലമായിട്ട് നിങ്ങളെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം, അത് ബിസിനസ് പരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു തേർഡ് പാർട്ടികൾ. ഓക്കെ, ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഈ ബ്ലോക്കേജുകളിൽ നിന്നും, ഈ ബൗണ്ടറികളിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അതിൽ നിന്ന് എല്ലാം പുറത്ത് കടന്നു പോകണം എന്നുള്ള ചിന്തയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നതായി കാണുന്നു. ദൈവത്തോട് നിങ്ങൾ ഈ ഒരു സമയം, ഈ ഒരു സിറ്റുവേഷൻ മാറുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും പിറകിലേക്ക് വലിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഇഗ്നോർ ഫീലിംഗ് ആണ് ലഭിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. തേർഡ് പാർട്ടികൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോള് നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഓഫറുകൾ നഷ്ടമായി, അത് സ്വീകരിക്കാൻ കഴിയാതെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുമെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ട് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന്, എല്ലാ കാര്യവും ബാലൻസിങ് വരും, നിങ്ങൾക്ക് സണ്ണ് നിങ്ങൾക്ക് വരും, ഗ്രോത്ത് നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും എന്ത് മെസ്സേജാണ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പ് സംബന്ധമായി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്, ജോലി സംബന്ധമായി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്, ഓക്കെ, സാമ്പത്തികപരമായി നിങ്ങൾക്കുണ്ടാകുന്ന മെസ്സേജ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നേന്നും പറഞ്ഞ് ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകും. ഒരു നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ചില വ്യക്തികൾ ഒരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ചില കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ടിൻ്റെ ബലത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളെ ഒരു കോൾ മെസ്സേജ് വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും സെയിം എനർജി തന്നെയാണ്. അനുഗ്രഹത്തിൻ്റെ യൂണിവേഴ്സ് നിങ്ങളെ ആളുകൾ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും യൂണിവേഴ്സ് നിങ്ങളെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ വരുന്നത്. യൂണിവേഴ്സാണ് ഇനി നിങ്ങളെ മുന്നോട്ട് നടത്താൻ പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് പുതിയ പുതിയ ജോലികൾ, പുതിയ പുതിയ സപ്പോർട്ടുകൾ എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിങ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ചെറിയൊരു നെഗറ്റീവ് തോട്ട് എപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തെ തടസ്സമാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ ചില നെഗറ്റീവ് തോട്ടുകളുണ്ട്. ചിലപ്പം നിങ്ങൾ തന്നെ പറയുന്നതായിട്ടുള്ള എനിക്ക് രക്ഷപ്പെടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ പ്രവർത്തികളായിരിക്കാം. ഓക്കെ, അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബൻഡൻസ് ആണ് വന്നു ചേരാൻ പോകുന്നത്. കിങ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരും. പക്ഷേ മാറ്റേണ്ടതായിട്ടുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് റിലേഷൻ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്കുള്ളതായി കാണുന്നു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ റീഡിങ്.